ക്യാരക്ടറിലൂടെയാണെന്ന് മാത്രം. സോ നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ജയറാമേട്ടൻ്റെ ആ ഒരു പുള്ളി ആ ജോണർ ഒന്ന് മാറ്റി പിടിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റിംഗ് ആണോ? അപ്പോൾ ഞാനും അതുപോലെ തന്നെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ശരി. മമ്മൂക്കയുടെ റോള് അയ്യോ, ഒരു പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ചെയ്യുന്ന ഒരാൾ പടത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചുമ്മാ വന്ന് പൊളിച്ചിട്ടങ്ങ് പോയി. നല്ലൊരു ഇൻട്രൊഡക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ട്രെയിലർ റിലീസായപ്പോൾ തന്നെ ഏകദേശം പിടികിട്ടി മമ്മൂക്ക അതിലുണ്ടെന്ന്. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഒരു ഹാഷ്ടാഗ് തന്നെയാണ്. എല്ലാവരും നല്ല കിടലടി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മമ്മൂക്കയുണ്ട് ഈ പടത്തിൽ. സെക്കൻഡ് ഹാഫ് മൊത്തം കൊണ്ടുവയ്ക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ഈ എൻട്രി തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന രോമാഞ്ചം അത് സെക്കൻഡ് ഹാഫ് മൊത്തം കിട്ടി എന്ന് വേണം പറയാൻ. എന്തായാലും കിട്ടില്ല പടം. അതായത് പടം കൊണ്ടുവന്ന് നിർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടിനോട് തുടക്കമായിട്ടുള്ള രീതിയിലാണ്. സെക്കൻഡ് പാർട്ട് വരാണെങ്കിൽ അതിൽ എന്തായാലും കയറാൻ വേണ്ടിയേക്കും ഒരു ലീഡ് റോൾ ചെയ്യുന്നത്. എന്തായാലും പടം നല്ല കിട്ടില്ല പടം. ലീഡർ വാച്ചബിളാണ്. അതാണ് ഇതാണ് ഒസ്ലർ സിനിമ. അതായത് ജയറാമിന് നല്ലൊരു തിരിച്ചുവരവ് അങ്ങനെ വേണം പറയാം. അത് ജയറാമിനെ പോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, അതായത് ജഗദീഷ് ആയാലും മറ്റേ എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ ചാലക്കുടിക്കാരൻ ഞങ്ങൾ അതിൽ അഭിനയിച്ച പുള്ളി സെന്തില് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനശ്വരാജൻ ഇതിൽ ഗ്രേസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പോൾ എല്ലാ പടത്തിലും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അത് നേരിലൂടെ നമ്മൾ കണ്ടുല്ലോ. അതേപോലെ തന്നെ എടുത്തു പറയുന്നതാണ് പടത്തിൻ്റെ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ മിഥുൻ വെട്ടിക്കുക. ഇനിയിപ്പോൾ വേറെ ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് വന്നത്. പിന്നെ പടം കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള തുടക്കമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് നിർത്തിക്കുന്നത്. സെക്കൻഡ് പാർട്ട് വരുമെന്നൊന്നും അറിഞ്ഞൂടാ. വരാണെങ്കിൽ നല്ലോണം കിടക്കുന്ന ഉറപ്പാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് തുടങ്ങി മമ്മൂക്കയാണ് പടം കൊണ്ടേക്കുന്നത്. മമ്മൂക്കയുടെ ഒരു എൻട്രി ഉണ്ടല്ല, അത് തന്നെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന രോമാഞ്ചം അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാവുന്ന എല്ലാ സംഭവമുണ്ട്. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ എന്ന് ഞാൻ പറയും. കൊള്ളാം. ഫസ്റ്റ് ഹാഫൊക്കെ എൻഗേജ്ഡ് പടമാണ്. ഫസ്റ്റ് ഹാഫ് ഉണ്ട്, അടിപൊളി. നല്ല പടം, അടിപൊളി പടം. നല്ല പടം, നല്ല പടം, നല്ല പടം, അടിപൊളി പടം, നല്ല പടം, നല്ല ത്രില്ലർ, നല്ല പടം, അടിപൊളി പടം, അടിപൊളിയാണ്, അടിപൊളി പടം. നല്ലൊരു ത്രില്ലർ, ഗംഭീര തിരിച്ചു. ആവറേജ്. പൊളി സാധനം, പൊളി പടം. മിഥുൻ മാനുവൽ വീണ്ടും പൊളിച്ചു. വളരെ നല്ലൊരു പടം. സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. സൂപ്പർ, നല്ല ഫിലിം. നന്നായിരുന്നു. പോരോ പടം പോരോ. കൊള്ളാം. നൈസ്. ആ സൂപ്പർ.